Welcome to Semester 3 BSc Main Physics Electrodynamics paper. Electrodynamics paper Semester 3 BSc Main Physics. And this is class number ED1 Coulomb's law in Electrostatics. Chapter 1 Electrostatics. Unit 1 Electrostatic field. What is electric field? At first we see what is electric field. Electric field definition. It is the region around a stationary charge or a moving charge, or it is a region at which electrical effect can be detected. The first definition is electrical field definition. It is a region around a stationary or a moving charge, or it is a region at which electrical effect can be detected. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിൻ്റെ ചുറ്റുമുള്ള പ്രദേശം, ചുറ്റുമുള്ള സ്പേസ്, അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജിൻ്റെ ചുറ്റുമുള്ള ആ സ്പേസിനെ വിളിക്കുന്ന പേര് ഇലക്ട്രിക് ഫീൽഡ്. അത് ആ ചാർജ് സ്റ്റേഷനറി ആകാം, അല്ലെങ്കിൽ മൂവിങ് ആകാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ എഫക്റ്റ് കണ്ടെത്താൻ കഴിയും. എവിടെയെങ്കിലും ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഫക്റ്റ് മറ്റൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ആ ചാർജ്. So what is electric field? It's a region around a stationary or a moving charge, or it is a region at which electrical effect can be detected. Then there is an important term which is called electrical intensity. When we say electrical field, there is a term called electrical intensity. Electrical intensity is defined as the force experienced by unit positive charge 1 Coulomb placed at the point in the field. Unit of electrical intensity is Newton per Coulomb or volt per meter. അപ്പോൾ ആദ്യ ഡെഫിനേഷനാണ് ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതൊരു ഫീൽഡിലെ ഒരു പ്രോപ്പർട്ടിയാണ്. ഫീൽഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 1 കൂളം ചാർജ് വെച്ചാൽ ആ 1 കൂളമിന് ഉണ്ടാകുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ്, ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു കാര്യം ഓർക്കേണ്ടത്, ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള സ്ഥലമാണ് ഇലക്ട്രിക്കൽ ഫീൽഡ്. അത്തരം ഫീൽഡിൽ ഒരു പോയിന്റിലാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക. ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി ഒരു പോയിന്റ് പറയും, ഫീൽഡ് ഒരു സ്പേസിൽ പറയും. ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ട്രോണിക് ചാർജ്? ഇറ്റ് ഈസ് കോൾഡ് എലിമെന്ററി ചാർജ്. ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഇ. ദ വാല്യൂ ഓഫ് E is equal to 1.6 into 10 raised to minus 19 Coulomb. This is the lowest possible charge. There exists only two kinds of charge, positive and negative. ഇലക്ട്രോണിൻ്റെ ചാർജിനെ വിളിക്കുന്ന പേരാണ് എലിമെൻ്ററി ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചാർജ്. അതിൻ്റെ വാല്യൂ 1.6 into 10 raised to minus 19 കൂളമാണ് ഇ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോട്ടോൺ ആണെങ്കിൽ ചാർജ് പ്ലസ് സി ആണ്, ഇലക്ട്രോൺ ആണെങ്കിൽ ചാർജ് മൈനസ് സി ആണ്. രണ്ട് തരം ചാർജാണ് ഉള്ളത്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. What is electronic charge? It is called elementary charge. It is the basic unit of charge and is represented as E. The value of E is equal to value of E. Or value is equal to 1.6 into 10 raised to minus 19 Coulomb. This is the lowest possible charge. There exist only two kinds of charge, positive and negative. In another question, what is condensation of charge? Condensation. According to condensation of charge, the charge on a body can be only N, where N is an integer. That is, N is equal to 1, 2, 3, 4, etc. Any charged particle can possess charge equal to 1e, 2e, 3, etc. The fractional values of charge lying in between these values are not possible. That is, Q is equal to plus or minus Na. അപ്പോൾ ഒരു വസ്തുവിലുള്ള ചാർജ് എപ്പോഴും N എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഇലക്ട്രോണിക് ചാർജ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് തുല്യമായ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഒരു വസ്തുവിലുള്ള ചാർജ് Qn എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചാർജ് പ്ലസും മൈനസും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് N എന്ന് പറയുന്നത്. അങ്ങനെ ചാർജ് എപ്പോഴും ഇലക്ട്രോണിക് ചാർജിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഒരു വസ്തു ഇരിക്കുന്നത് എന്ന് പറയുന്നതിനാണ് കോണ്ടൻസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. Q is N എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ കോണ്ടൻസേഷൻ ഓഫ് ചാർജ് ഇക്വേഷൻ എന്ന് പറയും. According to condensation of charge, the charge on a body can be only Na, where N is an integer. That is, N is 1, 2, 3, 4, etc. Any charge particle can possess charge equal to 1e, 2e, 3, etc. The fractional values of charge lying in between these
values are not possible. That is, Q is plus or minus n. അതായത് ഈ ചാർജ് എപ്പോഴും എൻ ഇ ആയിരിക്കും. എൻ ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും. 1, 2, 3 ആണ്. അതായത് 1.5 ഇ, അതായത് 2.7 ഇ, അങ്ങനെയുള്ള ചാർജുകളില്ല. ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന ഒരു പ്രധാന ലോ ആണ് കൂളംസ് ലോ ഓർ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇത് +2 ക്ലാസ്സിലും പഠിക്കുന്നതാണ്. അപ്പോൾ ആ ലോ പറയുന്ന ഇതാണ്. യു ലുക്ക് ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവേഴ്സ് സ്ക്വയർ ലോ or the Coulomb's law. The force of attraction or repulsion between 2 point charges at rest is directly proportional to the product of the charges and inversely proportional to the square of the distance between them. The force of attraction or repulsion between 2 point charges at rest is directly proportional to the product of the charges and inversely proportional to square of the distance between them. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് ചാർജ് തമ്മിലുള്ള ബലം ആ ചാർജുകളുടെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണലാണ്, അതുപോലെ ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയുമ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് പറയും, ഓർ എഫ് ഈസ് കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് പറയും. വേർ കെ ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. The direction of the force on each charge is along the line joining the 2 point charges. അപ്പോൾ രണ്ട് ചാർജ് തമ്മിലുള്ള ബലം അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനിലൂടെയാണ് പ്രവർത്തിക്കുക. ഇനി ഫ്രീ സ്പേസ് ഒരു വാക്വം, ദാറ്റ് കോൺസ്റ്റന്റ് കെ ഈസ് 1/4π എപ്സിലോൺ നോട്ട് എന്ന് വായിക്കും. വേർ എപ്സിലോൺ 0 ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സപ്പോസ് 2 charges are placed in a medium like mica, paraffin, paper, etc., oil or carbon dioxide, etc., the equation will take another form. That is, in that case, when the charges are in a dielectric medium, KV write 1/4π epsilon. Epsilon is epsilon r. Epsilon is called absolute permittivity of the medium, and absolute permittivity epsilon is given by epsilon 0 into epsilon r. Epsilon 0 is permittivity of free space, and the epsilon r is the relative permittivity of the medium, and that you define. അപ്പോൾ നമ്മൾ ഈ ചാർജുകളെ ഒരു മീഡിയത്തിൽ വിചാരിച്ചാൽ, മൈക്ക പോലെയുള്ള ഒരു മീഡിയത്തിൽ വിചാരിച്ചാൽ നമ്മൾ 1/4π എപ്സിലോൺ 0 എപ്സിലോൺ r എന്നാണ് പറയുന്നത്. എപ്സിലോൺ 0 എപ്സിലോൺ r ഒരുമിച്ച് എപ്സിലോൺ എന്ന് പറയും. അത് അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റിയാണ്. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റി ടേം ഉണ്ട്, എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ ഇസ് ദ റേഷ്യോ ഓഫ് അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ടു ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി of free space. That is, epsilon r is epsilon by epsilon 0, or epsilon is epsilon 0 epsilon r. For air, epsilon r is 1. The force between 2 point charges placed in a medium of relative permittivity epsilon r is given by F is 1/4π epsilon 0 epsilon r Q1 Q2 by r square. For air, epsilon r is 1. In that case, the equation becomes 1/4π epsilon 0 Q1 Q2 by r square. ഇനി കൂളം എന്ന് പറയുന്നത് യൂണിറ്റ് ചാർജ് ആണ്, അല്ലെങ്കിൽ ചാർജിൻ്റെ യൂണിറ്റ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്ന രീതിയുണ്ട്. 1 Coulomb, the unit charge or unit charge in SI, is that charge which when placed in free space at a distance 1 meter from an equal and similar charge repels with a force of 9 into 10⁻⁹ Newton. 9 into 10⁻⁹ Newton. അത് യൂണിറ്റ് ചാർജ് പറയുന്നത് രണ്ട് തുല്യ ചാർജുകൾ, അത് നമ്മൾ 1 മീറ്റർ അകലെ സ്പേസിൽ വെച്ചാൽ, വാക്വത്തിൽ വെച്ചാൽ, അവ തമ്മിലുള്ള റിപ്പൽഷൻ 9 into 10⁻⁹ Newton ആണെങ്കിൽ ആ ഓരോ ചാർജിനെയും വിളിക്കുന്ന പേരാണ് 1 Coulomb ചാർജ്, യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ സബ് യൂണിറ്റുകളൊക്കെ ഉണ്ട്. 1 micro Coulomb 10⁻⁻⁶ Coulomb, 1 pico Coulomb 10⁻⁻² Coulomb, അങ്ങനെയുള്ള സബ് യൂണിറ്റുകളും പറയാറുണ്ട്. ഇനി ഒരു ചെറിയ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. A particle of mass m carrying a charge q is placed in an electric field of intensity E. Find the acceleration of the particle. ഒരു പാർട്ടിക്കിളിൻ്റെ മാസ്
എം ആണ്, അതിൻ്റെ പുറത്ത് ക്യൂ ചാർജ് ഉണ്ട്, അതിൽ ക്യൂ ചാർജ് ഉണ്ട്. അത് ഈ ഫീൽഡിൽ ഇരുന്നാൽ, ഈ ഇൻറ്റൻസിറ്റിയുള്ള ഫീൽഡിൽ ഇരുന്നാൽ അതിൻ്റെ ഫോഴ്സ്, അതിൻ്റെ ആക്സലേഷൻ എത്രയാണ്? നമുക്കറിയാം ഫോഴ്സ് ഈസിക്കൽ ക്യൂ ഇ, ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി ഡെഫിനിഷനാണ്. ഒരു കുളമാണെങ്കിൽ ഈ ഫീൽഡിൽ ഇരുന്നാൽ ഫോഴ്സ് ഇ ആയിരിക്കും. 2 കുളമാണെങ്കിൽ 2E. അങ്ങനെ ക്യൂ കുളം ചാർജ് ഈ ഇൻറ്റൻസിറ്റിയുള്ള ഫീൽഡിൽ ഇരുന്നാൽ ഫോഴ്സ് എഫ് ഈസിക്കൽ ക്യൂ ഇ ആയിരിക്കും. But F is equal to ma, Newton's second law of motion. Equating ma is equal to QE, that is A is equal to QE by m. This is the acceleration of a particle of mass m carrying a charge q when placed in an electric field of intensity E. That is all with your first class on electrodynamics. We continue our class. Thank you very much.